ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. കിടകിടാ വറക്കുന്നുണ്ട് കേട്ടോ. രാവിലെ തന്നെ കുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് നമ്മളന്ന് വ്ലോഗ് തുടങ്ങാമെന്ന് കരുതി. രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ. രാവിലെ വലിയ പണിയൊരുക്കലും അതേപോലെ കുഞ്ഞിനെ ഉമ്മാൻ്റെ അടുത്ത് ആക്കുന്ന അതുവരെ നമ്മൾ ഒരു ദിവസത്തെ ഒരു 9 മണി വരെ ഏകദേശം 9 മണി വരെ എല്ലാ വിശേഷങ്ങളാണ് ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ കറി വെക്കാനും നോക്കിയപ്പോൾ മീനൊന്നുമില്ല. അപ്പോൾ ഉള്ളിയും കിഴങ്ങും തക്കാളി ഇട്ടിട്ട് ഒരു കറി വെക്കാമെന്ന് കരുതിട്ടോ. എനിക്കിഷ്ടമാണ് കേട്ടോ ഈ ഉള്ളിയും കിഴങ്ങും കറിയുള്ളത്. ഞാൻ ചെറിയ കുട്ടിയായപ്പോൾ ഞാനൊരു 8-9 ക്ലാസ്സിലൊക്കെ പഠിച്ച സമയത്ത് ഞാൻ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലാണ് നിന്നീനെ. അപ്പോൾ അവിടുന്ന് ഉള്ളിയും കിഴങ്ങും കറിയും അതേപോലെ ഒരു ഉണക്കമീൻ പൊരിച്ചതുണ്ടായിരുന്നു പണ്ട്. മാന്തൾ എന്തേലും ടേസ്റ്റ് അതിൻ്റെയൊന്നും നല്ല ഇഷ്ടമാണ് കേട്ടോ ഇത് രണ്ടും. എന്നിട്ട് കുറേ വലുതായിട്ട് ഞാൻ അവിടെ വിരുന്ന് കൊല്ലുമ്പോൾ പറയും എനിക്ക് ഉള്ളിയും കിഴങ്ങും കറി മതിയെന്ന് പറയും. കാരണം അത്ര ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ ഉള്ളിയും കിഴങ്ങും കറി ഞാൻ എത്ര ഓല് വെക്കുന്ന പോലെ ആവില്ല കേട്ടോ. ഞാൻ വെച്ചാൽ ഇത്ര ടേസ്റ്റ് ഒന്നും കിട്ടില്ല. എന്താ അറിയില്ല, അവിടുത്തെ വെപ്പ് വേറെ തന്നെയാണ്. ഞാൻ ഇപ്പോൾ ഓലോട് ചോദിച്ചൊക്കെ ചെയ്തിരുന്നു കുറേ മുന്നേ എങ്ങനെ വെക്കുന്നതെന്നെല്ലാം. എന്നാലും ഞാൻ അതിലെല്ലാം ഇട്ടിട്ടുണ്ട്. ഉള്ളിയും തക്കാളിയും കിഴങ്ങും മല്ലിയും മഞ്ഞളൊക്കെ ഇട്ടിട്ട് വെച്ചതാണ് കേട്ടോ. ഇതിപ്പോൾ അതേപോലെ പയർ തലേന്ന് തന്നെ ഞാൻ നുറുക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിന് ഫ്രിഡ്ജിൽ. അതിൽ കിഴങ്ങിൻ്റെ തോലെല്ലാം കളഞ്ഞ് അങ്ങനെ വെച്ചപ്പോൾ ചിരി കുറേ ഒരുങ്ങി കിട്ടുമല്ലോ. രാവിലെ സ്കൂൾക്ക് പോരാനുണ്ടായതുകൊണ്ട് ഒന്നും നടക്കില്ല. അപ്പോൾ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരുന്നു. അപ്പോൾ ഇതാ രാവിലെ ഇനി കടി ഉണ്ടാക്കുന്ന പുട്ടാണ് കേട്ടോ. അപ്പോൾ പുട്ടിൻ്റെ പൊടിയെല്ലാം കുഴച്ചതാണിത്. നനവൊക്കെ നോക്കുന്ന എല്ലാം നനഞ്ഞ് ഇതായി കഴിഞ്ഞാലും എന്തോ പോലെ അല്ലേ. ഈ പുട്ടുപൊടിയില്ലേ അടിപൊളിയാട്ടോ. പുട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇത് പേരിന് സ്റ്റീം പുട്ടുപൊടിയെന്ന് മലയിലിൻ്റെ എന്തായാലും നല്ല സൂപ്പർ പുട്ടാക്കര അതുകൊണ്ട് ചുട്ട. ഇതാകുമ്പോൾ നല്ല പൊളാക്കര എല്ലാവർക്കും നിന്നാണ്. വേറെ നമ്മൾ അരിപ്പൊടി കൂട്ടിക്കാണ്ട് എനിക്ക് പൊടി ഇതിൻ്റെ പൊടി കയ്യാൻ എടുത്തിട്ടുണ്ടൊരു നമ്മൾ പച്ചരി പൊടിപ്പിച്ചതുകൊണ്ട് കുറച്ച് കൂട്ടല്ലേ. അത് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെ. അങ്ങനെ ഇപ്പോൾ ഞാൻ ഇതെല്ലാം റെഡിയാക്കി കഴിഞ്ഞപ്പോൾ കുക്കറിൽ കറിയുണ്ട്. അതുപോലെ പയറും അടുപ്പത്ത് തന്നെ ഉണ്ടോ ഒന്നും അങ്ങോട്ട് എടുക്കാനായിട്ടില്ല. പയർ ഞാൻ നോക്കുന്നുണ്ട് വെന്തോന്നില്ലല്ലോ. അപ്പോൾ ഏകദേശം കായ് തുടങ്ങി. ഗ്യാസ് ഓഫാക്കണം. അപ്പോൾ കൂട്ടുകാരങ്ങൾക്ക് നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. എനിക്കെന്താ പറയുക, ഞാൻ പയറിൽ നല്ലോണം മുളകങ്ങ് ഉടച്ച് കളയും. നല്ല ചെറിയൊരു എരിവൊക്കെ വേണ്ട അതിന് വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ കുഞ്ഞാവ് നീച്ചിട്ടൊന്നുമില്ല കേട്ടോ. കുഞ്ഞാവ് എണീക്കാത്തതുകൊണ്ട് കുറച്ചധികം നേരം പണിയെല്ലാം നടക്കും. എളുപ്പം എടുക്കുന്ന കേട്ടോ ഓൾ എണീക്കുമ്പോഴത്തേനും. ഇനി നമുക്കിതാ കുക്കർ തുറന്ന് നോക്കട്ടോ. അത് വിസിൽ പോയിട്ടില്ല. അതൊന്നും കൂടി ഇതാക്കാൻ വേണ്ടിയിട്ട് വിസിലൊന്ന് കളയിട്ട് തരിക. അപ്പോൾ ഇതാ ഞാൻ തുറന്ന് നോക്കി അടിപൊളി കറിയായിട്ടുണ്ട് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതേപോലെ കറി വെക്കുന്നത് ഇങ്ങനത്തെ കറിക്കൊരു പേരുണ്ട്. അതെന്താ ഞാൻ മറന്നൊക്കെ പറഞ്ഞതിന് എൻ്റെ ഒരു പേര്. ഞാൻ ഇതിനുള്ളിൽ കിഴങ്ങ് കറി തന്നെ ഞാൻ പറയില്ല കേട്ടോ. എനിക്ക് അതിൻ്റെ പ്രത്യേക പേരൊന്നും അറിയില്ല. നിങ്ങൾക്ക് ആർക്കെല്ലാം അറിയെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ആ കറിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കുന്നത് ഞാനായിട്ടില്ല. ഇനിയിപ്പോൾ അത് വറവിടണമല്ലോ. എനിക്ക് കുക്കർ ഒയ്യും വേണം. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ഈ ചട്ടിയിലങ്ങ് ഒഴിച്ചെഴുതിയിട്ട് ഈ ചട്ടിയിലിട്ടിട്ട് വറവിടുക ചെയ്യുന്നത് കേട്ടോ. ഉള്ളിയെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി അതിലിട്ട് കണ്ട് ഒന്നിട്ട് വറവിടാമല്ലോ. അപ്പോൾ ഞാൻ വറവിടണമെന്നുണ്ടെങ്കിൽ കറിവേപ്പില വേണം. കറിവേപ്പില എടുക്കാൻ പുറത്തേക്ക് പോകുന്നത് കേട്ടോ. നേരെ വെളുക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഫോണിൽ ലൈറ്റ് അടിച്ചിട്ടാണ് പോകുന്നത്. കറിവേപ്പില നേരൊക്കെ കൊയ്യൽ തുടങ്ങി. വെള്ളം ഒഴിച്ചാൽ നേരമില്ലല്ലോ, പറിച്ചാനല്ലോ ഈ പുള്ളിക്ക്. അപ്പോൾ രാവിലെ വെള്ളം ഒഴിച്ചണമെന്ന് കരുതും. അപ്പോൾ എന്തെങ്കിലും ധൃതി പിടിച്ചാൽ കയറി പുറത്തിറങ്ങുക. അങ്ങനെ ഇതാ ചട്ടിയിൽ എണ്ണ ഒഴിച്ചപ്പോൾ പുകഞ്ഞതാകുന്നുണ്ട് കേട്ടോ. നല്ല ചൂട് പിടിച്ചിട്ട് ചട്ടി. ഞാനിപ്പോൾ ഞാൻ ഉള്ളിക്കോട്ടൻ്റെ അടുത്ത് തന്നെ നമുക്ക് എളുപ്പം കിട്ടുന്നിടത്ത് വെക്കും കേട്ടോ. മഞ്ഞളും മുളക് ഇത് നേരെ ആവശ്യമുള്ള സാധനമല്ല. അതിങ്ങനെ റാക്കിനൊക്കെ നമ്മളത് നമുക്ക് ഇങ്ങനെ എത്തി വലിയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ കരുതിയിട്ട് ഞാൻ അവിടെ തന്നെ വെക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ചട്ടിയിൽ അങ്ങ് വറവിടുക ചെയ്യുന്നത് കേട്ടോ. ഉള്ളിയെല്ലാം മൂത്ത് വരുന്നുണ്ട്. നല്ലോണം മൂത്ത് കഴിഞ്ഞിട്ട് വറവിടട്ടെ. ഈ മണ്ണിൻ്റെതാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് ചൂട് പിടിച്ചൊന്നുമില്ലല്ലോ. ഇരുമിൽ കടിയൊക്കെ നിന്ന് എളുപ്പം അങ്ങ് ഇതാവും. ഇതിന് കുറച്ച് പാട് തന്നെയാണ്.
മൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കറിവേപ്പില എല്ലാം ഇടാൻ നോക്കുന്നതാണ് കേട്ടോ. കറിവേപ്പില ഞാനൊരു ചപ്പിൻ്റെ ഇല എടുത്തിട്ട് കേട്ടോ, നീണ്ട ഇലയിലെ ചപ്പില്ലേ, അത് ഇലയിട്ടാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചപ്പ് നമ്മൾ കറിയിൽ അങ്ങ് പിച്ചിയിട്ട് കറിവേപ്പില ഇതിലോട്ട് കേട്ടോ, എന്നിട്ട് നമ്മൾ കറി ഇതിലേക്ക് ഒഴിച്ചാൽ ചെയ്യുന്നത് കേട്ടോ. അത് കുക്കറങ്ങ് ഒഴിഞ്ഞ് കിട്ടിയാൽ കുക്കറിൽ നമുക്ക് ചോറ് വെക്കണം, ചോറ് വെച്ചിട്ടില്ല, അപ്പോഴേക്ക് ചോറ് വെക്കട്ടെ എത്തിക്കാണ്ട്. അയ്യ സൂപ്പർ കറി മക്കളെ. അതേപോലെ ഒന്ന് ഉണ്ടാക്കിക്കൊണ്ട് ഉള്ളിയും കിഴങ്ങും തക്കാളിയും മഞ്ഞളും മുളകും കുറച്ച് മുളകും പൊടി ഇട്ടിട്ട്, മഞ്ഞളും മുളകും കുറച്ച് മുളകും മഞ്ഞളും മല്ലി, സോറി കേട്ടോ, മല്ലിയാണ് കേട്ടോ. ഞാനിപ്പോൾ അത് അരി ഇടാൻ നോക്കുന്നതാണ് കേട്ടോ. തോനരിയൊന്നും വേണ്ടല്ലോ, ഞങ്ങളാരും ഉച്ചക്ക് ഉണ്ടാവില്ല, മിച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഓനക്ക് ഉച്ചക്ക് രാത്രിക്കൊക്കെ ഞങ്ങൾക്ക് രാത്രിക്കൊക്കെ മതിയല്ലോ ഇതിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അരിയെല്ലാം കഴുകാൻ നിൽക്കുന്ന നമ്മളെ മുതൽ നീച്ച് വന്നിട്ടുണ്ട്. ഇതൊക്കെ നീച്ചെണീറ്റ് വരുമ്പോൾ കുപ്പായം നിന്നിട്ടില്ല, രാത്രി ചൂടെടുക്കാറും കണ്ട് അയച്ചിട്ടിക്കുക കേട്ടോ. എനിക്ക് ഭയങ്കര ചൂടുമ്പോഴൊക്കെയാണ് ചൂടെടുക്കണം, ഇന്നങ്ങ് അയച്ചിട്ട് വിടാൻ എന്തെല്ലോ പറയുന്നുണ്ട് എണീറ്റ് വന്നിരുന്നിട്ട്. ഞാൻ ഉമ്മെല്ലാം കൊടുത്താൽ എനിക്ക് നല്ല സന്തോഷമായിട്ട്. ഇങ്ങനെ എണീറ്റ് വരുമ്പോൾ മിണ്ടാണ്ട് ചില സമയത്ത് എന്താ ചെയ്യാറ്, മിണ്ടാണ്ട് വന്നതിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഒന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മെല്ലാം കൊടുക്കുമ്പോൾ എനിക്ക് സന്തോഷമാവും. അപ്പോൾ ഇതെന്താ അറിയോ, ഈ അരി കേൾക്കുന്നത് നമ്മൾ ഇതുണ്ടാക്കില്ല ഇഡ്ഡലി അതേപോലെ ദോശ, അതിനൊക്കെ വേണ്ടിയിട്ട് അരി പുതിർത്തുക നിൽക്കുന്നുണ്ട് രാവിലെ തന്നെ. പിന്നെ മറക്കും, നമ്മൾ രാവിലെ പോരും ചെയ്യൂല. അങ്ങനെ ഇപ്പോൾ 2 ഗ്ലാസ് അരി എടുത്ത് വയ്ക്കൊരു 3/4 ഗ്ലാസ് ഉഴുന്ന് കൊടുക്കാമെന്ന് കരുതിയിട്ടാണ്. അടിപൊളിയാക്കാം കേട്ടോ ഇങ്ങനത്തെ ദോശ, എനിക്കിഷ്ടമാണ്. ഞാൻ മസാല ദോശ ഉണ്ടാക്കാം, അതേപോലെ സദാ ദോശ ഉണ്ടാക്കാം, ഇഡ്ഡലി ഇടാം, ഒരു മാവ് കൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ടൊക്കെ ഒപ്പിച്ചായിരുന്നേ കണ്ടേ. ഇതാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാണ്. മറ്റേ ദോശ അങ്ങ് ചുട്ടാൽ ആർക്കും പോകുന്നില്ല, പക്ഷെ എന്നാൽ തിന്നേണ്ട എഴുതിയിട്ട് എല്ലാവരും അങ്ങ് തിന്നുന്നതാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞുമാവതാ എണീറ്റ് വന്നിട്ട് ഓനോട് പല്ലേക്കാൻ പറഞ്ഞിട്ടൊന്നും ഓൻ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞ് കണ്ണിൽ തിരുമ്പി ഇരിക്കുന്ന കേട്ടോ. അതൊക്കെ അതിൻ്റെ വയറൊട്ടിയിരിക്കുന്നു. ചില സമയത്ത് രാത്രി ഇവിടെ വന്നാൽ തിന്നൂല, നേരെ അങ്ങ് കിടന്നുറങ്ങും. പിന്നെ സ്കൂളത്തെ ആ തീറ്റ മാത്രമേ ഉള്ളല്ലോ. മുടിയെല്ലാം വലുതാക്കി ഏതായാലും ഞങ്ങൾ അടുത്ത ആഴ്ച വെട്ടാന്ന് കരുതിയിട്ടാണ്. പിന്നെ മൊട്ടാച്ചിയാക്കാന്നെല്ലാം ചോദിച്ചു. എൻ്റെ അടുത്ത് കുറച്ച് നേരം ഇങ്ങനെ കിന്നാരം പറഞ്ഞിരുന്ന എനിക്ക് സന്തോഷം. ചെറിയ കുട്ടിയല്ലേ, ഇപ്പോൾ കുഞ്ഞാവ ഉണ്ടായതുകൊണ്ടല്ലേ ഓനെ എടുക്കാത്ത ഇതാക്കത്തൊക്കെ, അല്ലെങ്കിൽ ഓനെ എടുക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം. നമ്മളെ പാത്രസ് എണീറ്റ് കേട്ടോ, ഓൻ എണീറ്റ് കണ്ട് പിന്നെ ഉറങ്ങിയതാണ്. ഞാനൊന്ന് പോയി നോക്കി, നമ്മൾ ഓളെ നോക്കിക്കാണ്ട് നേരെ പുറത്തേക്കൊന്ന് ഇറങ്ങിയൊക്കെ എന്താ അവസ്ഥ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നല്ല രസമുണ്ട് മക്കളെ, നല്ല മഞ്ഞുണ്ട് കേട്ടോ. ഇതുണ്ടോ പച്ചപ്പും ഇവിടെ ഉണങ്ങിയൊക്കെ പുല്ല്. ഇതെന്താ സംഭവം എന്നറിയിക്കുക, നല്ല ഇവിടെയും കാടെട്ടിക്കാണ്ട് വീടിൻ്റെ അടുത്തേക്കാണ് പൊന്തോ നനീനെ. അപ്പോൾ പുല്ലിനടിച്ച മരുന്നുണ്ടല്ലോ കരിയാൻ, അത് കൊടുന്ന് കണ്ടങ്ങ് അടിച്ചതാണ് കേട്ടോ. അതുകൊണ്ട് അവിടെ ഉണങ്ങി കിട്ടി. ഇനി അവിടുന്ന് അടിച്ചൊരു വൃത്തിയാക്കണം, അതിന് കൂടിയിട്ടില്ല. നമ്മളെ വണ്ടിയൊക്കെ ഒന്ന് കണ്ടോളി മക്കളെ. ഇതൊക്കെ ഇപ്പോൾ ബ്രേക്കെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയതാട്ടോ. വണ്ടിക്കാണെങ്കിൽ പുതിയ പേര് ഇട്ടു, മുസാഫിർ എന്നതിന് ആദ്യത്തെ, ഇപ്പോൾ രാജാത്തി എത്ര ഓരോ പേരങ്ങ് കണ്ടുപിടിച്ചിടുന്നുണ്ട് കേട്ടോ. അങ്ങനെ അങ്ങനിപ്പോൾ കുഞ്ഞാവനെല്ലാം എണീപ്പിച്ചില്ലേ, ഓളെ കുറച്ച് നേരം കളിപ്പിച്ച് ഓളെ എടുത്ത് വരുന്നുണ്ട്. അങ്ങനിപ്പോൾ ഞാൻ പുട്ടെല്ലാം ചുട്ട് തുടങ്ങിയിരുന്നു. അതുപോലെ നമ്മൾ കുക്കറിലാണല്ലോ ചോറ് വെച്ചേ. അപ്പം ഈ വെള്ളം ചൂടായിട്ട് ആ കുക്കറിലത്തെ ചോറ് വെന്ത ചോറ് ഇതിലൊന്നും ഇട്ടിങ്ങാണ്ട് ഊറ്റിയെടുക്കണം. എന്നാൽ എന്താ പറയുക, ഇങ്ങനെ വെളുപ്പുണ്ടാവില്ലേ, അതുണ്ടാവില്ല. അത് നല്ല ചോറായിട്ട് കിട്ടും നമുക്ക്. അങ്ങനെ ഇപ്പോൾ അതെല്ലാം സെറ്റാക്കി വെച്ച് നമ്മൾ പുട്ടെല്ലാം റെഡി ചെയ്യണം കേട്ടോ.
ഞാനിപ്പോൾ ഈ പുട്ട് തിന്നാനാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അപ്പോൾ ഞാൻ കരുതി അതന്നെ അങ്ങ് ചൂടായിരുന്നാണ്ട് മറ്റേ പൊടി കൂട്ടാതെ ഇരുന്നേനെ കേട്ടോ. അങ്ങനെ അപ്പോൾ നമ്മൾ ചോറ് ഊറ്റിയിട്ടോ അതിൽ ആ വെള്ളത്തിലിട്ടിക്കാണ്ട് ഒന്നിങ്ങോട്ട് എടുത്ത് നമ്മൾ ഊറ്റിയിടുന്നതിൽ കൊണ്ടൊഴിച്ചല്ല ഞാൻ കേട്ടോ. തള്ളക്കൈയിലെടുത്ത് ഇങ്ങനെ ഊറ്റലൊന്നുമില്ല കേട്ടോ. ഞാൻ ഇതിലങ്ങ് കൊണ്ടുപോയി ഒഴിച്ച് അങ്ങ് വാർത്തെടുക്കും. ഇതാ പുട്ടും പഴം തിന്നണം. ഈ പഴമാകുമ്പോൾ എനിക്കും ഇഷ്ടം കേട്ടോ. പൂവൻ പഴമൊക്കെ ആണെങ്കിൽ മൈസൂർ പഴത്തിന് വലിയൊരു ഇത് എനിക്കിഷ്ടമല്ല പുട്ട് തിന്നുന്നത്. അങ്ങനെ പുട്ടും പാൽ ചായ വേണമെന്ന് പറയുന്നത് നിച്ചില്ല. ആദ്യം പാലൊന്നും കുടിച്ചില്ല, ഇപ്പം തുടങ്ങി. നെച്ചുമോനെ ഓൻ്റെ സ്കൂളിലെല്ലാം സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ. എല്ലാം ഓനെ ഒറ്റയ്ക്ക് കുളിച്ചും അതേപോലെ യൂണിഫോമെല്ലാം മാറ്റും, ഷൂവും ഷോക്സും ഇടും. അതുപോലെ തന്നെ പ്ലേറ്റും ഇതെല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനോട് കൊണ്ടുപോകാൻ കൂട്ടാനും അതേപോലെ ബിസ്ക്കറ്റും ഇതൊക്കെ കേട്ടോ. അപ്പോൾ ടവൽ ഇന്നലത്തേനെ. അപ്പോൾ അതും വെച്ച് തിരുമ്പിക്ക് പറഞ്ഞാണ്ട് തന്നതാണ് കേട്ടോ. അതുപോലെ എല്ലാം ബാഗിലാക്കി വെക്കുന്ന അതാ കൂട്ടുകാരൻ മറ്റോ അലമാര ഓൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കും വെക്കണം ഒരു ഭാഗത്ത് തന്നിട്ട് അങ്ങനെ ഞാനും ഒരു ഭാഗത്ത് വെച്ചിട്ട് ഒരു ഭാഗത്ത് ഓൻ്റെ ഡ്രസ്സാണ് കേട്ടോ വെച്ചിട്ട്. ഓൻ്റെ എല്ലാം റെഡിയാണ് കേട്ടോ. ഇനിയാണ് ഓന് ചായ കുടിക്കാൻ പോയിരുന്നത്. ഓൻ്റെ എല്ലാം എടുത്ത് വെച്ചിട്ട് ചായ ഇതെല്ലാം കുറേ നേരമായിരിക്കും ഓനക്ക് എടുത്ത് വെച്ചിട്ട്. ഇവിടുന്ന് പോകാനാണെങ്കിൽ ഒരു ഇതുമില്ല കേട്ടോ, ബുദ്ധിമുട്ടില്ല. ഇവിടുന്ന് ഓനോ അവൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യും. അവിടുന്നാണെന്നുണ്ടെങ്കിൽ ഉമ്മാനിട്ട് കണ്ട് പപ്പർ സൂട്ടാക്കും ഇത് മാറ്റിയിട്ടൊന്നും പറഞ്ഞയച്ചിട്ടില്ലെങ്കിൽ. അപ്പോൾ 2 പഴം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഓനക്ക് തിന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ പറഞ്ഞു ഒന്നും മതിയാറോ കണ്ട് പൊളിച്ചെന്നാണ് കേട്ടോ. ഒറ്റക്ക് തിന്നാറിന് കണ്ട് ഇരിക്കണം അവന്. അപ്പോൾ ഞാൻ കരുതിയിരുന്ന ഒറ്റക്ക് തിന്ന് പഠിക്കട്ടെ ഇത് കണ്ടേ. നല്ല സ്കൂളിൽ നിന്നെല്ലാം തിന്നുമ്പോൾ എനിക്ക് എളുപ്പം അങ്ങ് തിന്നാൻ കഴിയുള്ളൂ. മെല്ലെ മെല്ലെ തൊളിച്ചിട്ടുണ്ടോ. പിന്നെ എന്താ പറയുക, ആദ്യമൊക്കെ ചെറിയ കുട്ടിയാകുമ്പോൾ പഴം തിന്നുമ്പോൾ എന്താ പറയുക അതിൻ്റെ 2 ഭാഗം ഞാൻ തിന്ന് കൊടുക്കണ്ടേ. എന്നിട്ട് എൻ്റെ ഭാഗം ചിലതുണ്ടാവുമല്ലോ ഒന്നിങ്ങനെ ഇതായത്. അപ്പോൾ അതെല്ലാം എന്നോട് തിന്നാൻ പറയും. പഞ്ചസാര ഇടണം എന്ന് പറഞ്ഞു കേട്ടോ. പഞ്ചസാരയും പഴവും പുട്ടും കൂടിയാണ് കേട്ടോ അത്. കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ആ ബാക്ക് ഭാഗം മുറിച്ച് ഒഴിവാക്കി. മറ്റേ ചെറിയ കുട്ടിയാകുമ്പോൾ എന്നോട് കടിച്ച് തിന്നാനേ പറയാം 2 ഭാഗം. അങ്ങനെ കുഞ്ഞാവക്ക് ഇത് കൊടുക്കുന്നത് പൊടി കൊടുക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ഓളെ കാലുമ്മ കടുത്ത് പൊടി എല്ലാവർക്കും ബിസ്ക്കറ്റാണ് കൊടുക്കുന്നത് കേട്ടോ. ബിസ്ക്കറ്റും പാലും കൂടിയാണ് കൊടുക്കുന്നത് കേട്ടോ. തിളച്ച പാലിക്ക് 3 ബിസ്ക്കറ്റ് ഇട്ടാൽ നല്ലോണം അങ്ങ് വെന്ത് കിട്ടും. അങ്ങനെ അങ്ങനെ ചില കുട്ടികളൊക്കെ അല്ലേ ബിസ്ക്കറ്റും ഇതൊക്കെ ബിസ്ക്കറ്റ് കഴിച്ചാൽ നല്ലോണം വയറിളകും എന്ന് പറയണേക്കാം. അവൾക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ചില സമയത്ത് അവൾക്കും ബിസ്ക്കറ്റ് തിന്നാൽ കുഴപ്പം തന്നെ കേട്ടോ. എന്നാലും ഞാൻ അങ്ങ് ശീലിപ്പിച്ചതാണ്. അങ്ങനെ ഇപ്പോൾ ഏതാ ബിസ്ക്കറ്റും പാലൊക്കെ തിന്ന് കഴിയുമ്പോഴത്തേനും ഇതാ നമ്മൾ ചൂടുവെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അവൾക്ക് കുളിക്കാൻ. വെള്ളം എടുത്ത് പോകുന്നപ്പോൾ അവിടെ വെള്ളം കോരി വെച്ചത് എന്തിനാ അറിയോ, അങ്ങനെ കുപ്പിയിൽ നിറക്കാൻ വേണ്ടി കോരി വെച്ചതിന് കേട്ടോ. നമ്മളെ കിണറൊക്കെ മക്കളെ ഉള്ളിൽ തന്നെയാണ്, നല്ല വെള്ളമെല്ലാം ഉണ്ട്. അത് സൗകര്യം കേട്ടോ. വീട് വെള്ളം ബാത്റൂം എല്ലാം നമുക്കുള്ളിൽ തന്നെ എല്ലാ സൗകര്യമുണ്ട്. ഇതിന് പുറത്തേക്ക് ഇറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ അപ്പം ഞങ്ങൾക്ക് കിണറൊന്ന് കാണിച്ചാൽ ഇതാ നമ്മൾ തുണികളൊക്കെ ഇതിലിട്ടിട്ടുണ്ടായിരുന്നു വാഷിംഗ് മെഷീനിൽ. അപ്പം ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന കേട്ടോ. ഞാനിപ്പോൾ ഇനി ഇത് ഹാളിൽ കൊണ്ടുപോയി തോരയിടുക ചെയ്യുന്നത് കേട്ടോ. ഇതാ ഇപ്പം ചായ കൂടി തുടങ്ങി. അപ്പം ഞാനുണ്ട് ചായ കുടിച്ചാൽ ഓരോരുത്തരും കുടിച്ചാൽ എല്ലാവരും കൂടി ഒപ്പം ഇരുന്ന് കുടിച്ചാലൊന്നും നടക്കൂല കേട്ടോ. പിന്നെ രാവിലെ ആയതുകൊണ്ട് പ്രത്യേകിച്ച് എനിക്ക് ഓരോ പണി ഉണ്ടാവും, എളുപ്പം തീർക്കല്ലേ. അപ്പോൾ ഞാൻ എല്ലാവരും കുടിച്ചോളൂന്നറിയാം. അങ്ങനെ ഇതിഞ്ഞ് തോരട്ടിട്ട് വേണം ബാത്റൂസിനെ കുളിപ്പിക്കാനൊക്കെ കേട്ടോ. അപ്പം ഞാൻ ഓളെ ഭക്ഷണം എല്ലാം കൊടുത്തിട്ട് ഇടയ്ക്ക് കിടത്തിയതാണ്. മറ്റവനെ ഇതാ കളിക്കുന്ന കേട്ടോ. യൂണിഫോമെല്ലാം മാറ്റിയിട്ട് അവൻ്റെ കളി സാധനങ്ങളാണ് ആ കൊട്ടയിലൊക്കെ ഉള്ളത്. അപ്പോൾ അവൻ അതിലിരുന്ന് കളിക്കുക രാവിലത്തെ. മറ്റോളിങ്ങനെ തന്നെയാണ്. ഓൻ കളിക്കുമ്പോൾ അവളുടെ അടുത്തൊക്കെ നീന്തി വരും. ഇതായിക്ക് അവൾ മാറ്റി കൊടുക്കുക ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുളിപ്പിച്ചെല്ലാം കഴിഞ്ഞ് അവളെ റെഡിയാക്കി കൊടുത്ത് അപ്പോൾ ഡ്രസ്സെല്ലാം മാറ്റി കൊടുക്കുന്നു, പമ്പേഴ്സ് ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നു കേട്ടോ. അപ്പം ഞാൻ അതിന് ശേഷം ഓളഞ്ഞ മടിയിൽ വെച്ചിട്ട് ഞാനോളും കൂടി ചായ കുടിച്ചായിരിക്കും കേട്ടോ. അപ്പോൾ ഉക്കാക്ക് കുറച്ച് പണിയും കൂടി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞെന്ന് ഓളെൻ്റെ മടിയിൽ വെക്കി ഞാനോളും കൂടി അങ്ങ് ചായ കുടിച്ചോളാറുണ്ട്. ചായ കുടിക്കുന്ന കേട്ടോ. കാരണം എത്ര നമ്മൾ ടേസ്റ്റിൽ ഭക്ഷണം ഉണ്ടാക്കിയാലും നമുക്ക് കഴിക്കാൻ നേരം വേണ്ട. എനിക്കൊക്കെ അതാണ്, ഞാൻ ഉണ്ടാക്കി വെക്കുന്നില്ല കഴിക്കാൻ നേരം കിട്ടും. ചില സമയത്ത് ഞാൻ ആരും കാക്കൂല.
കടിയും എൻ്റെ പണി ഏകദേശം ഒരുങ്ങി കഴിഞ്ഞാൽ ഞാനങ്ങ് ചായ കുടിച്ചു. അപ്പോൾ ഓളെ ഞാൻ വായിൽ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തേട്ടോ തിന്ന്. ഒന്ന് എന്ത് കഴിക്കണമെങ്കിലും അവൾക്ക് വേണം. അപ്പോൾ ഒന്നിങ്ങനെ തൊട്ടിതാക്കി കൊടുക്കും. അപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ കുളിച്ച് മഞ്ചത്തി കഴിഞ്ഞ് പൊന്നിൻ്റെ തത്തമ്മക്കുട്ടിയെ കിടും പച്ച ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. അങ്ങനെ ഞാൻ അതാ ഓളെ മടിയിൽ വെച്ചിട്ട് തന്നെ അത് കഴിക്കുന്ന പൊട്ടതൊക്കെ നല്ല ഒറ്റയ്ക്കിരുന്ന് നല്ല റാഹത്തിൽ കഴിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ എന്നൊരു തൃപ്തികരാവില്ലല്ലോ. വിശപ്പ് മാറാത്ത പോലെക്കാരം ഇങ്ങനെ കഷ്ടപ്പെട്ടൊക്കെ തിന്നാൽ. അപ്പോൾ ഓള് വേണമെന്ന് പറഞ്ഞാണ്ട് പ്ലേറ്റ് വലിച്ചാൽ നോക്കുന്ന കേട്ടോ. ഞാൻ മാറ്റിയിട്ടൊന്നുമില്ല. ഇനി കുറേ പണിയുണ്ട്. ഇപ്പം തന്നെ 8:35 അത്ര കഴിഞ്ഞെന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങനെ ഓർമ്മിച്ചു ഇത്ര ആയിട്ടോ. കാരണം ഞാനതാ സൈസ് ഞാൻ ഇങ്ങനെ ഓളയും കൊണ്ടിരിക്കും. അതൊക്കെ പറയും ഇത്ര ആയി എന്ന് പറയുമ്പോൾ അപ്പോൾ നമുക്കൊരു ചൂടുണ്ടാവും. നിൽക്കെങ്ങാൻ നേരം വെക്കുകയാണെങ്കിൽ എൻ്റെ അതിലും നേരം വെക്കും. കാരണം എന്താ ഞാൻ ഓല് പറയുന്നതിനനുസരിച്ച് ഞാൻ മാറ്റാൻ നിൽക്കൽ. ഞാനിപ്പോൾ ഓളെ മടിയിൽ വെച്ചിട്ട് ഓൾക്ക് കരച്ചിൽ വരുന്നുണ്ട്. ഓളെയും കൊണ്ട് ഇങ്ങനെ ഇടങ്ങാറാക്കി തരുന്നുണ്ട്. അങ്ങനെ ഇപ്പം ഇനി ഇതാ പാത്രമെല്ലാം കഴുകാൻ വേണ്ടിയിട്ട് കൊട്ടത്തളത്തിൽ ഇട്ടുവെച്ച് പോവുക. അല്ലാതൊന്നും കഴുകാനൊന്നും സമയമില്ല. ഇത് ഞാൻ കഴുകി വെച്ച് പോക്കുണ്ട്. കാരണം എന്താ പറയുക രാത്രി വന്ന് കഴിഞ്ഞിട്ട് ആ പാത്രം കാണുമ്പോൾ തന്നെ ഒരു ഇടങ്ങാറാണ്. സ്കൂളിട്ട് വന്ന് കഴിഞ്ഞാൽ എനിക്കെല്ലാം വൃത്തിയാക്കി പോകുന്നത് സന്തോഷം. എന്നാൽ വന്ന് കഴിഞ്ഞാൽ ഒരു പണി ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഇപ്പോൾ അതാ ഞങ്ങൾ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അതിൽ കുട്ടിയൊന്നും കിട്ടും അതൊക്കെ മിച്ചു കൂട്ടി. അങ്ങനെ ഞാനും കുട്ടിയും കൂടി വണ്ടി കയറിയിരുന്നു കേട്ടോ. ഈ കുട്ടീനെ ഉമ്മമാരുടെ അടുത്ത് കൊടുക്കണം. എന്നിട്ട് ഞങ്ങളങ്ങനെ പോവുകയും ചെയ്യും കേട്ടോ. നിച്ചുവിനെ അവിടെ ഇറക്കി കൊടുക്കണമെന്ന്. അപ്പം ഇന്ന് വെള്ളിയാഴ്ച ഞാനിപ്പോൾ ഓളെ ഇറക്കി കൊടുക്കുമ്പോഴല്ലോ പാവണ്ട് ഇരിക്കണമൊക്കെ അവളും വെച്ചിട്ട് കുറച്ച് നേരം ഇരിക്കുക. അങ്ങനെ ഇപ്പം എൻ്റെ അമ്മ കുഞ്ഞാനെ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പം എൻ്റെ അമ്മേൻ്റെ അടുത്ത് കുട്ടീനെയും കൊടുത്തിട്ട് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ കൂട്ടുകാർ നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ മിച്ചുവിനെ ഇറക്കി കേട്ടോ. രണ്ടാളെ ഇറക്കി, പെണ്ണിനെ ഇറക്കി മിച്ചുവിനെ ഇറക്കി. ഇപ്പം ഇനി ഞങ്ങൾ എന്നെ കുറച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നിട്ടു അങ്ങാടിപ്പുറത്ത്. അപ്പോൾ കൂട്ടുകാരെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.